ഹലോ ഗായ്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ ബോക്സ് ചീസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഈ ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ഒരു പാക്കറ്റ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ന്യൂട്രി ചോയ്സിൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്നും വേണ്ട കേട്ടോ, അത് കുറച്ച് മാത്രം മതി. നമ്മുടെ ടിഫിൻ ബോക്സിന് വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യാനുസരണം ബിസ്ക്കറ്റ് ചേർക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു മിക്സിൻ്റെ ജാറിലോട്ട് കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മളിവിടെ എല്ലാ ബിസ്ക്കറ്റും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടിഫിൻ ബോക്സിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടർ അല്ലെങ്കിൽ ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബിസ്ക്കറ്റ്സ് ബട്ടറിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ പരിപാടികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പനീർ ഉണ്ടാക്കിയെടുക്കലാണ് ഫസ്റ്റ് പരിപാടി. കുറച്ച് പാലിലോട്ട് നമുക്കൊരു നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് പിരിച്ചെടുക്കണം. അങ്ങനെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പനീർ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു മിക്സ് അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പനീർ ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഫ്രഷ് ക്രീം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരം എത്ര വേണമെന്നനുസരിച്ച് എത്ര സ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ലെയർ സെറ്റ് ആയിട്ടുണ്ടാവും. അതൊന്ന് എടുത്തതിന് ശേഷം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഇതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ലെയർ ആയി തേർഡ് ലെയറിൻ്റെ പരിപാടി തുടങ്ങുന്നത്. തേർഡ് ലെയർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് കവറോടെ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം അതിനെ മേലേക്ക് ഒഴിച്ചു. അപ്പോഴത്തേക്കിന് ഇത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് അതിനനുസരിച്ച് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ തേർഡ് ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കൂടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഒന്നുകൂടെ പൊടിച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ബിസ്ക്കറ്റ്സ് വെച്ചിട്ടോ ചോക്ലേറ്റ് വെച്ചിട്ടോ എങ്ങനെയും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്നുകൂടെ വെക്കണം. അതിനുശേഷം നമ്മുടെ ഈ ചീസ് കേക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം ഞാൻ ലാസ്റ്റിൽ പറയുന്നുണ്ട്. നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണണം. അപ്പം നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പുഡിംഗ് ആണ്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാവേ. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് നല്ല കട്ട പിടിച്ചിരിക്കുകയാണ്. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ടിഫിൻ ബോക്സ് ചീസ് കേക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്.